ഹായ് മക്കളെ, നമ്മളെ ഫിസിക്സാണ് എടുക്കുന്നത്. ഫിസിക്സിലെ നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൽ യൂണിറ്റുകൾ, ക്വാണ്ടിറ്റികൾ, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മെഷർ ചെയ്യാൻ വേണ്ട വ്യത്യസ്ത യൂണിറ്റുകൾ, യൂണിറ്റ് സിസ്റ്റംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചർച്ച ചെയ്തു, അവിടെ പഠിച്ചു. അതിനുശേഷമാണ് കാര്യമായിട്ട് ഫിസിക്സിലോട്ട് വരുന്നത്. മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ വർഷം കൂടുതൽ പഠിക്കാനുള്ളത്. മോഷൻ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മോഷൻ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മോഷൻ നടക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, വ്യത്യസ്ത ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്, മോഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതിൻ്റെ പിന്നിലെ പ്രോസസ്സുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വർഷം, അതായത് +1 ഫിസിക്സിൽ കൂടുതലായിട്ട് ചർച്ചയ്ക്ക് വരിക. അപ്പോൾ അതിൽ മോഷനിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. ആ മോഷനെ പറ്റി വിശദമായിട്ട് മക്കൾ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് 3rd ചാപ്റ്റർ ആയിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഫിസിക്കൽ വേൾഡ് പ്രത്യേകിച്ച് ഒരു ചാപ്റ്ററായിട്ട് പറയാനില്ലാത്തത് കൊണ്ട് അത് ചാപ്റ്ററായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് കാര്യമായിട്ടൊരു ചാപ്റ്റർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്, 4th ചാപ്റ്ററാണ്, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. അല്ല, ആദ്യം തന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. മോഷൻ ഇൻ എ പ്ലെയിനിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് കാണുന്നതായിരിക്കും. പക്ഷെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ വരെ പഠിച്ചതിൽ കുറേ കാര്യങ്ങളൊക്കെ പണ്ട് ചെറിയ ക്ലാസ്സിൽ 9ലും 10ലും പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 ഡയമെൻഷണൽ മോഷനിലൊക്കെ. മോഷനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചു തുടങ്ങിയതാണ്. ഗ്രാഫ് വരയ്ക്കാൻ, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, ഈ ഗ്രാഫുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ വന്നിരുന്നത്. പക്ഷേ മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് വേറൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പല കാര്യങ്ങളും പുതിയതാണ്. എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം നല്ല ശ്രദ്ധ വേണം. 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കും പെന്നും എടുത്ത് വെച്ചിട്ട് വീഡിയോ കാണുക, അത് മുമ്പിൽ വയ്ക്കുക. ഞാനിങ്ങനെ നോട്ട് പറഞ്ഞു തരും, അതിങ്ങനെ എഴുതിയെടുക്കണം. അത് എഴുതി പോകണം. കാരണം ഫിസിക്സ് നമ്മൾ എഴുതിയല്ലാതെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ചുമ്മാ റിലാക്സ് ചെയ്തിരുന്ന് കണ്ട് തീർക്കരുത്. എന്ത് ചെയ്യുക, അത് എഴുതിക്കൊണ്ട് തന്നെ പോവുക. ഞാൻ പറഞ്ഞുതരും, പറയുമ്പോൾ എഴുതിയാൽ മതി. അതുവരെ ശ്രദ്ധിച്ചിരിക്കുക എന്താ പറയണമെന്നുള്ളത്. തുടങ്ങല്ലേ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല എല്ലാവരും? സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വീട്ടിൽ. അപ്പോൾ സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ക്ലാസ്സുകൾ വ്യക്തമായിട്ട് കാണുക, കണ്ടിട്ട് അത് പഠിച്ചു പോവുക. പുറത്ത് പലതും നടക്കട്ടെ, ലോകത്ത് അങ്ങനെ പലതും നടക്കും, അതിനൊക്കെ ഒരു ശ്രദ്ധ വേണം എപ്പോഴും. പക്ഷെ നമ്മൾ സേഫായിട്ടിരിക്കുക, എല്ലാം കാണുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. അത് നടന്നുകൊണ്ടേയിരിക്കണം. ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അല്ലേ? അപ്പോൾ നോക്കിക്കോ എന്തൊക്കെയാണ് നടക്കണം. തുടങ്ങല്ലേ? നോക്കപ്പോൾ ഫസ്റ്റ് നമുക്കറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു സാധനവും. ഫിസിക്കൽ ക്വാണ്ടിറ്റി മക്കൾ പറഞ്ഞുതരും എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത്. പറഞ്ഞോളി, വീട്ടുകാരൊക്കെ കേൾക്കട്ടെ. പറയടാ, ഞാൻ ഏതായാലും കേൾക്കണില്ലല്ലോ, പറ. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി? അതാണ് നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഫസ്റ്റ് പഠിച്ചത്. ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളാണ് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ്. അളക്കാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, മാസ് മെഷർ ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റിയാണ്, അല്ലേ? കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മാസ് അല്ലേ നമ്മൾ പറയാറ്. 1 കിലോഗ്രാം അരി എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു 1 കിലോഗ്രാം. എന്താണോ സാധനം വേണ്ടത്, അപ്പോൾ മാസ് മെഷർ ചെയ്യാൻ പറ്റും. 1 കിലോഗ്രാം അയാൾ മെഷർ ചെയ്തിട്ടല്ലേ തരുന്നത്. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റിയൊരു ക്വാണ്ടിറ്റിയാണ് മാസ്. ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റി അല്ലേ? മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ലെങ്ത്ത് അളക്കാറല്ലേ? അളക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്ത്. ടൈം അളക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയാണ്.
ചുരുക്കി പറയട്ടെ, ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റികളും മെഷറബിൾ ആണ്. വെലോസിറ്റി മെഷറബിൾ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മെഷറബിൾ ആണ്, സ്പീഡ് മെഷറബിൾ ആണ്, ആക്സലറേഷൻ മെഷറബിൾ ആണ്. എല്ലാം മെഷർ ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റീസ് ആണ്. ദാറ്റ് മീൻസ് ദേ ക്യാൻ ബി മെഷേർഡ്, അല്ലെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റിയതാണ്, അളക്കാൻ പറ്റിയ ക്വാണ്ടിറ്റികളാണ്. അങ്ങനത്തെ ക്വാണ്ടിറ്റികളെയായിരുന്നു നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റികളുണ്ട്, ഫോഴ്സ്, മൊമെൻറ്റം, ഇങ്ങനെ കുറേ ക്വാണ്ടിറ്റികൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ അങ്ങനെ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റികളും എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റിയ എല്ലാ ക്വാണ്ടിറ്റികളും എന്ത് തന്നെയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്തത് ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നുമാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്തിരുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്താണെന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. അത് നിങ്ങളങ്ങനെ ഡിവൈഡ് ചെയ്തു, അതിന് വ്യക്തമായിട്ട് പഠിച്ചു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്താണ്, ബേസ് ക്വാണ്ടിറ്റീസ് ആണ്, അതിന് സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഉള്ളതാണ്, വേറെ ക്വാണ്ടിറ്റികളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതല്ല, സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളാണ്, സിംപ്ലസ്റ്റ് ക്വാണ്ടിറ്റികളാണ്, ബേസിക് ക്വാണ്ടിറ്റികളാണെന്നൊക്കെ പഠിച്ചിരുന്നു. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അങ്ങനെ ആയിരുന്നില്ല. കുറേ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റികളായിരുന്നു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. അതൊരു ടൈപ്പ് ഡിവിഷൻ നിങ്ങൾ അവിടെ പഠിച്ചത്. ഞാൻ ആ രൂപത്തിലല്ല, ഫണ്ടമെൻ്റൽ ഡിറൈവ്ഡ് എന്നുള്ള രൂപത്തിലല്ലാതെയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്യാം. വേറെ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. പല സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ ഗ്രൂപ്പിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്യാൻ പോണത്. Physical quantities can be broadly classified into 2, and one is scalars and the other one is vectors. ഒന്ന് സ്കെലാറും മറ്റേത് വെക്ടേഴ്സും. കേട്ടിട്ടുണ്ടാവും സ്കെലാർസ്, വെക്ടേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ സ്കെലാറുകളായിട്ടും വെക്ടറുകളായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ മൊത്തം ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താൽ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്കെലാർസ് ആണ്, മറ്റേത് വെക്ടേഴ്സ് ആണ്. ഇനി എന്താണ് സ്കെലാർ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. സ്കെലാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൂടെ നിന്നാൽ മതി, പതിയെ മനസ്സിലായി വരും കാര്യങ്ങൾ. നോക്കിക്കോ, സ്കെലാർസ് എന്ന് പറയുന്നത് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. അയ്യോ എന്തൊക്കെയാ പറയണതില്ലേ, മാഗ്നിറ്റ്യൂഡ് ഓൺലി മാഗ്നിറ്റ്യൂഡ്സ് ഉള്ള ക്വാണ്ടിറ്റികൾ, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളാണ് സ്കെലാർസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാസ് ഓഫ് എ ബോഡി പറയാണ്, മാസ് എം കൊണ്ടല്ലേ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറ്. മാസ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 10 കിലോഗ്രാം മാഗ്നിറ്റ്യൂഡാണ്. ഇതിന് ന്യൂമറിക്കൽ വാല്യൂ എന്നാണ് നമ്മൾ പറഞ്ഞ നമ്പറിന്, അതിന് കൂടെ ഒരു യൂണിറ്റും കൂടെ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂവും യൂണിറ്റും കൂടെ ചേർന്ന് വരുന്ന അതിനാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളാണ് നമ്മൾ എന്ത് പറയുക, സ്കെലാർസ് എന്ന് പറയാം. അല്ല സാറേ, അപ്പോൾ വേറെ എന്താ ഇപ്പോൾ അവിടെ വരാനുള്ളത്, മാഗ്നിറ്റ്യൂഡ് അല്ലാതെ ഇപ്പോൾ എന്താ വരിക? അതാണ് വെക്ടേഴ്സിലേക്ക് വരുമ്പോൾ മനസ്സിലാവുക. വെക്ടേഴ്സ് എന്താണെന്നറിയോ, വെക്ടേഴ്സ് ആർ ദ ക്വാണ്ടിറ്റീസ്, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഒരു ഡയറക്ഷനും കൂടെ വരും. ഡയറക്ഷനും കൂടെ ഉള്ള ക്വാണ്ടിറ്റികളാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സ്കെലാർസ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടെ വരികയാണെങ്കിൽ അങ്ങനത്തെ ക്വാണ്ടിറ്റികളാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഫോഴ്സ്, ബലം, ഫോഴ്സ് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബോഡിയുടെ മുകളിൽ നമ്മൾ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് പറയുമ്പോൾ വെറുതെ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അത് എങ്ങിട്ടാണ് കൊടുത്തതെന്നും കൂടെ പറയണം. ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുത്തത്? അപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ ഈസ്റ്റിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഈ 10 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആണ്, ന്യൂട്ടൺ അതിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം, 10 ന്യൂട്ടൺ. എൻ്റെ കൂടെ എന്തും കൂടെ കാണും, ഒരു ഡയറക്ഷനും കൂടെ കാണും, എങ്ങോട്ടാണ് കൊടുത്തെന്നുള്ള ഒരു ഡയറക്ഷനും കൂടെ അതിൻ്റെ കൂടെ കാണും. അങ്ങനത്തെ ക്വാണ്ടിറ്റികളാണ് എന്തെന്ന് പറയാം, വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ വെക്ടേഴ്സിന് ഡയറക്ഷൻ ഇല്ലാതെ അത് പൂർണ്ണമാവില്ല. സ്കെലാർസ് ആണ് ക്വാണ്ടിറ്റികളെങ്കിൽ ഡയറക്ഷൻ ഇല്ലാതെ തന്നെ അത് പൂർണ്ണമാവും. ഫോർ എക്സാമ്പിൾ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റി, നമ്മൾ മാസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഒരാളോട് പറയാണ് ഒരു 10 കിലോഗ്രാം അരി വേണം. അയാൾ എങ്ങോട്ട് എന്ന് ചോദിക്കുമോ, അയാൾ ഏത് ഡയറക്ഷനിലേക്കെന്ന് ചോദിക്കുമോ നമ്മളോട് തിരിച്ചിട്ട്? ഇല്ല. 10 കിലോഗ്രാം അരി എന്ന് പറഞ്ഞാൽ തന്നെ അത് പൂർണ്ണമാണ്. പിന്നെ അതിൻ്റെ കൂടെ നോർത്തിലേക്ക് 10 കിലോഗ്രാം അരി, സൗത്തിലേക്ക് 10 കിലോഗ്രാം അരി, അതിന് മീനിങ് ഇല്ല.
അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആവുന്ന ക്വാണ്ടിറ്റികൾ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, എങ്കിൽ അങ്ങനത്തെ ക്വാണ്ടിറ്റികളാണ് നമ്മൾ എന്ത് പറയാം നമ്മൾ സ്കെലാർസ് എന്ന് പറയാം. പക്ഷേ വെക്ടേഴ്സിൻ്റെ കേസ് അതല്ല. വെക്ടേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ അപ്സ്റ്റെയറിൽ, വീടിൻ്റെ അപ്സ്റ്റെയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ അപ്സ്റ്റെയർസിലൊക്കെ താഴേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ റെയിൽ വെക്കൂലേ, ഇങ്ങനെ ഗ്രില്ലിടൂലേ, അതിൻ്റെ മുകളിൽ ഒരാൾ കയറിയിരിക്കുകയാണെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങളോട് ഒരാൾ പറയാം അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരാളെ വേറൊരാൾ പോയി അങ്ങ് തള്ളി എന്ന് പറഞ്ഞു, വിത്ത് എ ഫോഴ്സ് 10 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് അയാൾ അങ്ങ് തള്ളി. സ്വാഭാവികമായിട്ടും അറിയാൻ ആഗ്രഹം ഉണ്ടാവും എങ്ങോട്ടാണ് തള്ളിയതെന്നല്ല. കാരണം അയാൾ താഴെ പോയോ ഇനി ഉള്ളോട്ടാണോ വീണേ, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും. എങ്കിൽ എങ്ങോട്ടെന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടുന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. ഫോഴ്സ് കൊടുക്കുന്നത് ഇപ്പോൾ ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. ഒരു ബോഡി ഇവിടെ വെച്ചിട്ട് ഞാനത് ആ ഒരു ബോഡി ഇവിടെ ഇങ്ങനെ വെക്കുക, അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ് അതിൻ്റെ മുകളിൽ കൊടുക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം ഞാൻ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്. എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കാം, അതിന് അങ്ങോട്ട് തള്ളാം, വേണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തള്ളാം, എങ്ങോട്ടെങ്കിലൊക്കെ തള്ളാം. അപ്പം ഞാൻ എങ്ങോട്ടാണ് തള്ളിയത് എന്നുള്ള ചോദ്യത്തിന് അവിടെ മീനിങ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് വരും, ഒരു ഡയറക്ഷൻ വരും. എങ്ങോട്ടാണ് തള്ളിയതെന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി വരും, എങ്കിൽ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. മാസിൻ്റെ കേസിൽ അതില്ല, 10 കിലോഗ്രാം അരി പൂർണ്ണമാ, അതിലിനി എങ്ങോട്ടെന്നുള്ള ചോദ്യത്തിന് അർത്ഥമല്ല. പക്ഷേ ഈ ഒരു വെക്ടേഴ്സിൻ്റെ കേസിൽ, ഫോഴ്സിൻ്റെ കേസിലൊക്കെ വെക്ടേഴ്സിൻ്റെ കേസിൽ എങ്ങോട്ടെന്നുള്ളതിന് മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങോട്ടെന്നുള്ളതിന് പ്രസക്തിയുണ്ട്. അപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടല്ല, മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടെ നിർബന്ധമായിട്ട് വരുന്ന ക്വാണ്ടിറ്റികളാണ് വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ വെക്ടേഴ്സിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ എന്തുകൂടെ കാണും, ഡയറക്ഷനും കൂടെ കാണും. അപ്പോൾ ആ വെക്ടറിന് എപ്പോഴും ഒരു ഡയറക്ഷൻ നമ്മൾ പറയും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, അതിന് ഡയറക്ഷനുണ്ട്. ഫോഴ്സ് എന്താണ്, വെക്ടറാണ്, അതിന് ഡയറക്ഷനുണ്ട്. മാസ് സ്കെലാറാണ്, ഡയറക്ഷൻ അല്ല. ടൈം, ഞാനിപ്പോൾ ഒരാളെ 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തു, ഏത് ഡയറക്ഷനിലേക്ക് വെയിറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇല്ലല്ലോ, അതിന് മീനിങ് ഇല്ല. 10 മിനിറ്റ്, പിന്നെ അതിനെന്ത് ഡയറക്ഷനാണുള്ളത്? 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമാണ്, എങ്കിൽ അത് മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. പക്ഷേ ഡയറക്ഷൻ വരുന്ന ക്വാണ്ടിറ്റികളാണെങ്കിൽ അത് വെക്ടേഴ്സ് ആയിരിക്കും, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികൾ എന്തുമായിരിക്കും, സ്കെലാർസ് ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്കെലാർസിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാം നമുക്ക്. മാസ് എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞു. ലെങ്ത്, നീളം, അതെന്താണ്, സ്കെലാറാണ്. ടൈം സ്കെലാറാണ്. ഡിസ്റ്റൻസ് സ്കെലാറാണ്. സ്പീഡ് സ്കെലാറാണ്. ഇതൊക്കെ സ്കെലാർ ക്വാണ്ടിറ്റികളാണ്. വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വെക്ടേഴ്സിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാം. വെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്പ്ലേസ്മെന്റ് വെക്ടറാണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. വെലോസിറ്റി വെക്ടറാണ്, സ്പീഡ് സ്കെലാറാണ് പക്ഷെ വെലോസിറ്റി വെക്ടറാണ്. അതേപോലെ ആക്സലറേഷൻ വെക്ടറാണ്, ആക്സലറേഷൻ ത്വരണം മലയാളത്തിൽ ആക്സലറേഷൻ വെക്ടറാണ്. അതേപോലെ ഫോഴ്സ് വെക്ടറാണ്. മൊമന്റം വെക്ടറാണ്. മൊമന്റം കേട്ടണോ? മൊമന്റം മലയാളത്തിൽ എന്താ പറയുക, ആക്കം എന്നാ പറയുക, ആക്കം, മൊമന്റം. ദാറ്റ് ഈസ് ഓൾസോ എ വെക്ടർ. അപ്പോൾ വെക്ടേഴ്സിന് എന്തുണ്ടാകും കൂട്ടല്ലേ, മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ എന്തും കൂടെ കാണും, ഡയറക്ഷനും കൂടെ കാണും. സ്കെലാർസ് ആണെങ്കിലോ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണുള്ളൂ. ഇതാണ് പ്രത്യേകത. ഇവിടെയൊന്നുമില്ലല്ലോ, ഇത്രയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പറയും. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു നോക്കണേ. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ്. അളക്കാൻ പറ്റിയ ക്വാണ്ടിറ്റികളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആൻഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. One is scalars and the other one is vectors. Scalars and the physical quantities which have magnitude only. Magnitude മാത്രമുള്ള ക്വാണ്ടിറ്റികളാണ് scalars. Vectors are the physical quantities which have both magnitude and direction. ഒരു ഡയറക്ഷനും കൂടെ വരുന്ന, മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ക്വാണ്ടിറ്റികളാണ് നമ്മൾ എന്താ പറയുക, വെക്ടേഴ്സ് എന്ന് പറയാം. ഇത്രയും കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അതാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. എന്നാൽ പിന്നെ എഴുതി തുടങ്ങിക്കോ. ഇങ്ങനെ എഴുതിടാം. നിങ്ങൾ ആദ്യം ചാപ്റ്ററിൻ്റെ ഹെഡിങ് കൊടു, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ഹെഡിങ് കൊടുക്കും. മോഷൻ ഇൻ എ പ്ലെയിൻ. എന്നിട്ട് താഴെ എങ്ങനെ എഴുതി, ഫസ്റ്റ് സൈഡ് ഹെഡിങ് കൊടുക്കും, ഫിസിക്കൽ ക്വാണ്ടിറ്റി. താഴെ എഴുതിക്കോ, എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ്. സ്പെല്ലിംഗ് ഉണ്ടാക്കരുതേ, അറിയില്ലെങ്കിൽ നോക്കി എഴുതാം. വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇസ് കോൾഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. താഴെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2.
എന്നിട്ട് താഴെ 1 എന്നിട്ടിട്ട് സ്കെലാർസ് എന്ന് കൊടുക്കും. സ്കെലാർസ്. അതിന് താഴെ സ്കെലാർസ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which have magnitude only. Magnitude only. Examples: mass, length, time, distance, speed, etc. ഇഷ്ടംപോലെ ക്വാണ്ടിറ്റികൾ തന്നെയുണ്ട്. രണ്ടാമത്തത് വെക്ടേഴ്സ്. വെക്ടേഴ്സ് താഴെ the quantities which have both magnitude and direction. Quantities which have both magnitude and direction. For example, displacement, velocity, acceleration, force, momentum, etc. ഇതൊക്കെ എന്താണ്? വെക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ വെക്ടേഴ്സ് എന്താ കുട്ടികളെ? മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും കൂടെ ഉണ്ടാവും. അത് പൂർണ്ണമാണെങ്കിൽ, ആ ക്വാണ്ടിറ്റി പൂർണ്ണമാണെങ്കിൽ ഡയറക്ഷനും കൂടെ പറയണം. ഫോഴ്സ് എക്സാമ്പിളായിട്ട് പറഞ്ഞ പോലെ, ഫോഴ്സ് പറയുമ്പോൾ വെറും 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ പോരാ. എക്സാമ്പിളിന് പറയുമ്പോൾ 10 ന്യൂട്ടൺ എന്ന് മാത്രം പോരാ, ഏത് ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് കൊടുത്തത് ബോഡിയുടെ മുകളിൽ നിന്നും കൂടെ പറയേണ്ടി വരും, എങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ. സ്കെലാർസിൻ്റെ കേസിൽ ഏത് ഡയറക്ഷനിലേക്ക് എന്നുള്ളതിന് മീനിങ് ഉണ്ടാവില്ല. അതാണ് കാര്യം. ഓക്കെ ആണല്ലോ? നമ്മൾ കാര്യത്തിലോട്ട് കിടക്കല്ലേ? സ്കെലാർസിനെ പറ്റി വിശദമായിട്ട് മക്കൾ പഠിച്ച ഇത്രയും കാലം സ്കെലാർ വെച്ചിട്ടാണ് ഡീൽ ചെയ്തത്. ഇനി നമ്മളെ ഇതുവരെ നമ്മൾ പഠിക്കാത്തൊരു സാധനമാണ് വെക്ടേഴ്സ്. വെക്ടർ എങ്ങനെയാണ്, എന്താ കാര്യങ്ങളൊക്കെ പരിചയപ്പെടണം വെക്ടേഴ്സിനെ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ വരും ഇതിനകത്ത്. സാറേ വെക്ടേഴ്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വെക്ടേഴ്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളൊക്കെ മക്കൾ ഇത്രയും കാലം വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ പോരാ, നമ്മൾ വലുതായില്ലടാ, വലിയ കുട്ടികളായില്ലേ. വലിയ കുട്ടികളാകുമ്പോൾ ഒരുപാട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇനി വെക്ടേഴ്സിനെ എങ്ങനെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇനി അടുത്ത സബ്ഹെഡിങ് ആയിട്ട് വരേണ്ടത് വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് ഇനി ഇതിനെ പറ്റിയേ ചർച്ചയുള്ളൂ. സ്കെലാർസിനെ പറ്റി നമുക്ക് ചർച്ചയില്ല. സില്ലി മറ്റേ ചീള് കാര്യങ്ങൾ അതൊക്കെ വിട്ടു നമ്മൾ. സ്കെലാർസ് നമുക്ക് വെക്ടർ ഡയറക്ഷനും കൂടെ ഉള്ള ക്വാണ്ടിറ്റികളെ പറ്റി മാത്രമാണ് ഇനി ചർച്ച. വളരെ കൃത്യമായിട്ട് കൂടെ നിൽക്കണം. നോക്കിക്കോ, വെക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ക്വാണ്ടിറ്റികളാണ് നമ്മളെന്ത് പറയുക, വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ വെക്ടേഴ്സിനെ തിരിച്ചറിയണം. വെക്ടേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ പേടിക്കണ്ട കേട്ടോ. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 ന്യൂട്ടൺ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു വെക്ടറുണ്ട്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആൽഫബറ്റിൽ ഏത് ലെറ്റേഴ്സും ഉപയോഗിക്കാം. ബട്ട് ഇപ്പം ഞാൻ പറയാണ്, ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 10 ന്യൂട്ടൺ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഏത് ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കാം. വെക്ടേഴ്സിന് ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടും സൂചിപ്പിക്കാം. ABCD അങ്ങനെ ഏത് വേണോ എടുത്തോ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ വെറും ലെറ്ററായിട്ട് എഴുതിയാൽ പോരാ, അതിൻ്റെ തലയിൽ എന്തിട്ട് കൊടുക്കണം? ഒരു ആരോ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് നമ്മൾ പറയും ഇതിനെന്ത് വായിക്കുന്ന അറിയോ? എ വെക്ടർ എന്ന് വായിക്കും. ഇനി എന്ത് മാത്രം വായിച്ചാൽ പോരാ, എ എന്ന് വായിച്ചാൽ പോരാ, എ വെക്ടർ എന്ന് വായിക്കും. അപ്പോൾ എ വെക്ടർ ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ ഈസ്റ്റ് എന്ന് പറയാം. കാരണം ഇതൊരു വെക്ടറാണ് 10 ന്യൂട്ടൺ ഈസ്റ്റ്. കാരണം 10 ന്യൂട്ടൺ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഈസ്റ്റ് എന്താണ് അതിൻ്റെ ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ ഉള്ള ക്വാണ്ടിറ്റിയാണ് ഇത്. എങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററും എന്തായിരിക്കണം? വെക്ടർ ആയിരിക്കണം. അപ്പോൾ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ തലയിൽ എന്തുണ്ടായിരിക്കണം? ആരോ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോഴ്സ് ഇത്രയും കാലം നമ്മൾ വെറും FF എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഫോഴ്സ് വെക്ടറാ, ഫോഴ്സിന് ഡയറക്ഷനും ഉണ്ട്, ഫോഴ്സ് വെക്ടറാണ്. ഇനി നമുക്ക് ഫോഴ്സ് വെറും F എന്ന് എഴുതുന്ന പരിപാടിയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. വെക്ടർ ആണോ അതിൻ്റെ തലയിൽ എന്ത് കാണണം? ആരോ കാണണം. ഇനി ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, F വെക്ടർ. അപ്പം എന്താ വായിക്കേണ്ടത്? F വെക്ടർ എന്ന് വായിക്കുക. ഇനി അങ്ങനെ വായിക്കാൻ ഒരാൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ വെക്ടർ F എന്ന് വായിച്ചാലും മതി. വെക്ടർ F രണ്ടാലൊന്നേ വായിക്കാവൂ, വെറും F എന്ന് വായിക്കരുത്. വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് എനി ലെറ്റർ ബട്ട് ദ ലെറ്റർ മസ്റ്റ് ഹാവ് ആൻ ആരോ എബവ് ഇറ്റ്. അതിൻ്റെ മുകളിലൊരു ആരോ ഉണ്ടാവണം. അപ്പോൾ ഒരു ലെറ്ററിന് അതിൻ്റെ മുകളിലൊരു ആരോ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെയാണ് എഴുതുക. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ പ്രിൻറ്റിങ്ങിൽ ചിലപ്പം ചില ബുക്കുകളിലൊക്കെ NCERT ലെറ്ററിൻ്റെ തലയിൽ ആരോ കാണും,
പ്രിന്റിങ്ങിൽ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേറൊരു മാർഗം കൂടെ ഉപയോഗിക്കാറുണ്ട്. ബോൾഡ് ലെറ്റേഴ്സ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ലെറ്റർ മാത്രം ഇങ്ങനെ ബോൾഡ് ആയിട്ട് കാണാം എങ്കിൽ അത് വെക്ടർ എന്നാണ് വായിക്കേണ്ടത്, വെക്ടർ എന്ന് വായിക്കണം. അത് വിചാരിച്ചിട്ട് ഹെഡിങ് ഒക്കെ വെക്ടർ എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനല്ല. ഇപ്പോൾ ഒരു കാര്യം പറയാണ്, കൺസിഡർ എ എന്ന് പറയുമ്പോൾ ആ എ എന്തായിട്ട് കൊടുത്തു? ഇപ്പോൾ ഒരു സെന്റൻസ് ആണ് ഇങ്ങനെ, കൺസിഡർ എ. ഈ എ ബോൾഡ് ആയിട്ട് കൊടുത്തേക്കണമെങ്കിൽ എന്താ വായിക്കേണ്ടത് അറിയോ? കൺസിഡർ എ വെക്ടർ എന്നായിരിക്കും വായിക്കേണ്ടി വരിക. അങ്ങനെ ലെറ്റേഴ്സിന് ബോൾഡ് ആയിട്ട് പ്രിന്റിങ്ങിൽ കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് ആവശ്യം വരില്ല. നമുക്ക് ആവശ്യം വരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ എഴുതുമ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിക്കുക വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ. ആ ലെറ്ററിന്റെ തലയിൽ എന്തിടണം? ആരോ ഇടണം. എങ്കിൽ അത് വെക്ടറിന്റെ റെപ്രസെന്റേഷനായി. അപ്പോൾ ഇങ്ങനെയാണ് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ വെക്ടർ = 10 ന്യൂട്ടൺ ഈസ്റ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എ വെക്ടർ 10 ന്യൂട്ടൺ ഈസ്റ്റ് ആണ്. ഈ എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? കൃത്യമായിട്ട് കൂടെ വന്നിട്ട് പറ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് എ വെക്ടർ? ഈ ഒരു വെക്ടറിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ അതിന് ഡയറക്ഷൻ ഉണ്ട്. മക്കൾ പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് ഏതാ? 10 ന്യൂട്ടൺ അല്ലേ മാഗ്നിറ്റ്യൂഡ്. ഈസ്റ്റ് അതിന്റെ എന്താണ്? ഡയറക്ഷൻ ആണ്. അപ്പൊ എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് എഴുതണമെന്ന് വിചാരിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് എഴുതിയില്ലേ സാറേ, പിന്നെ എന്താ എഴുതണമെന്ന് ഇത്ര കാര്യം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കലും നമുക്ക് നടക്കില്ല. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് എഴുതണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് ഇംഗ്ലീഷിൽ എഴുതാതെ എന്ത് ചെയ്താൽ മതി? എ വെക്ടറിനെ എഴുതുക, അതിന്റെ മോഡുലസിന്റെ ഉള്ളിലാക്കുക, 2 ലൈനിന്റെ ഉള്ളിൽ. ഇങ്ങനെ എഴുതിയാൽ ഇത് വായിക്കേണ്ട എന്താ? എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് വായിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. അപ്പൊ എ വെക്ടർ 10 ന്യൂട്ടൺ ഈസ്റ്റ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എത്രയാ? ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ട് പറയും. എ വെക്ടർ 10 ന്യൂട്ടൺ ഈസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാടാ? ഉണ്ടരടാ പറയടാ, എത്രയാ? 10 ന്യൂട്ടൺ ഈസ്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 10 ന്യൂട്ടൺ. ഈസ്റ്റ് അതിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് എഴുതേണ്ടത് മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ എന്നാണ് അത് പറയാ. മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ. എ വെക്ടർ ആണെങ്കിൽ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ വായിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്നാണ്. അപ്പൊ വെക്ടർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഒരു ലെറ്ററിന്റെ തലയിൽ ആരോ ഇട്ട് കൊടുക്കണം. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ എന്ന് എഴുതണം. അതിനെ വായിക്കേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത്? എങ്ങനെ വായിക്കേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് വായിക്കണം. ഇനി ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും മതി. നിങ്ങളിപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ആ എയുടെ തലയിൽ ആരോ ഒഴിവാക്കിയിട്ട് വെറും എ എന്ന് എഴുതാം. 2 രൂപത്തിലും മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വെക്ടറിന്റെ അതിന്റെ മുകളത്തെ ആരോ ഒഴിവാക്കി എഴുതി കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കേണ്ടത് എന്തിനെയാണ്? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതണം? മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് എഴുതണം. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. തലയിൽ ആരോ ഉണ്ടെങ്കിൽ അത് വെക്ടറാണ്, തലയിൽ ആരോ ഇല്ലെങ്കിൽ അത് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ വെറും എ എന്ന് എഴുതുക, തലയിൽ ആരോ ഇല്ലാതെ. അല്ലെങ്കിൽ എങ്ങനെ എഴുതുക? മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് എഴുതുക. ഈ 2 രൂപത്തിലും കാണാൻ പറ്റും നിങ്ങൾക്ക്. പല സ്ഥലത്തും പല രൂപത്തിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ, we can represent a vector by putting an arrow above a letter, and we can represent the modulus of a vector as the modulus of that vector, or the letter itself without an arrow. എന്നാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വെക്ടേഴ്സിനെ എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിപ്പോൾ എഴുതുന്ന കേസ്. ഇനി എങ്ങനെയല്ല, നമുക്ക് വരച്ച് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കും. പുതിയ കാര്യങ്ങളാണ് കേട്ടോ, കൂടെ നിന്ന് കേട്ടോണേ. വരച്ചിട്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയാം. എന്താ പറയാ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ഒരു വെക്ടറിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വരച്ച് കാണിച്ചു കൊടുക്കുക വെക്ടറിനെ. അപ്പൊ നിങ്ങളോട് ഒരു വെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ മക്കൾ നേരെ എന്ത് ചെയ്യാന്നറിയോ? ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കാം, അതിനൊരു ആരോ ഇട്ട് കൊടുക്കുക. വെക്ടർ ഏടാ? ഇതാണ് വെക്ടർ. വാവ്, എന്തായാലേ ശല്യ മാറ്റർ. അപ്പൊ ഒരു വെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിന് എന്തിട്ട് കൊടുക്കുക? ഒരു ആരോ ഇട്ട് കൊടുക്കുക. അത് വെക്ടർ ഏടാ? പേരിടൽ ചടങ്ങ് നടക്കട്ടെ. ഈ വെക്ടറിന് ഞാൻ എന്ത് പേരിടുന്നു? എ വെക്ടർ എന്ന് പേരിടുന്നു. ഞാൻ എ വെക്ടർ എന്ന് എഴുതിയാണ്ടോ? എയുടെ തലയിൽ ആരോ ഇട്ടിട്ട്. അപ്പൊ ഈ വെക്ടർ ഏതാ? എ വെക്ടർ ആണ്. അപ്പൊ എ വെക്ടർ വരച്ചപ്പോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അതിന് എന്തിട്ട് കൊടുത്തു? ആരോ ഇട്ട് കൊടുത്തു. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ നീളമില്ലേ, O മുതൽ P വരേക്കുള്ള ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ, ഇതാണ് വെക്ടറായിട്ട് വരച്ചതെങ്കിൽ, ഇതാണ് വെക്ടറിനെ വരച്ച് കാണിച്ചു കൊടുത്തത് എങ്കിൽ ആ വെക്ടറിന്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ, ലെങ്ത് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്, എ വെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് OP ആണ് അല്ലേ? OP അല്ലെ ലെങ്ത്? ദാറ്റ് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. അപ്പൊ ഏതൊരു വെക്ടർ വരച്ചു തന്നാലും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഏതൊരു വെക്ടർ വരച്ചു തന്നാലും
ആ വെക്ടറിൻ്റെ ലെങ്ത്, അതിൻ്റെ നീളം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുന്നത്. മാഗ്നിറ്റ്യൂഡിനെ. അപ്പോൾ വലിയ വെക്ടർ വരച്ചാൽ വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറാണെന്ന് അർത്ഥം. ചെറിയ ലെങ്ത്തിൽ വെക്ടർ വരച്ചാൽ അതിനർത്ഥം ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതാണെന്ന് അർത്ഥം. അപ്പോൾ ലെങ്ത് ഓഫ് വെക്ടർ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടറിനെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ദിസ് ആരോ, എങ്ങോട്ടാണോ ആരോ ഇട്ടത് ആ ആരോ കാണിക്കുന്ന ഡയറക്ഷൻ, ആരോ ഹെഡ് കാണിക്കുന്ന ഡയറക്ഷൻ ആണ് വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം അങ്ങോട്ടാണ് ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആണെന്നും പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് വെക്ടേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുമ്പോൾ വി കൻ റെപ്രസെൻറ്റ് എ വെക്ടർ ബൈ യൂസിങ് എനി ലെറ്റർ, ബട്ട് ദർ മസ്റ്റ് ബി ആൻ ആരോ അബവ് ദാറ്റ് വെക്ടർ. And how can you represent the magnitude of a vector? You can represent the magnitude of a vector by modulus of that vector. Modulus of a vector എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ചുമ്മാ ലെറ്റർ അങ്ങ് എഴുതിയാൽ മതി, ആരോ ഇല്ലാതെ. രണ്ട് രൂപത്തിലും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫിക്കലി എങ്ങനെ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം? വെക്ടേഴ്സിനെ വരച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ദ ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് ആക്ച്വലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. ഇതിപ്പോൾ എ വെക്ടർ ആയതുകൊണ്ടാണ് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒ പി എന്ന് പറയുന്നത്. ഇത് ബി വെക്ടർ ആയിരുന്നെങ്കിൽ ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഒ പി. അപ്പോൾ ഏത് വെക്ടറാണോ ആ വെക്ടറിൻ്റെ ലെങ്ത്താണ് ആ വെക്ടറിൻ്റെ ലെങ്ത്താണ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നത്. ഇനി ആ വെക്ടറിന് ഇട്ടേക്കണേ, നമ്മൾ വരച്ച വെക്ടറിന് ഇട്ടേക്കണ ആരോ ആണ് ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ആരോൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതാണ് ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായി, ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്നല്ല ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചു, മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചു, വരച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ വരച്ച് കാണിച്ചു കൊടുക്കാനും പഠിച്ചു. എന്തായാലേ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. ഒരു രണ്ട് പോയിന്റ് ഇങ്ങനെ എഴുതിക്കേ. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ എന്ന് എഴുതുക. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ എന്നിട്ട് താഴേത് എ വെക്ടർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ലെറ്റർ വിത്ത് ആൻ ആരോ ഹെഡ്. വിത്ത് ആൻ ആരോ ഹെഡ് വേണ്ട, ആരോ എബവ് ഇറ്റ് എന്ന് മതി. ആരോ എബവ് ഇറ്റ്. ദാറ്റ് ഈസ് വെക്ടർ. ഇങ്ങനെ ചെയ്ത് വെക്ടർ എ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എങ്ങനെ ചെയ്താൽ എയുടെ തലയിൽ എന്തിട്ട് കൊടുക്കുക, ആരോ ഇട്ട് കൊടുക്കുക, എ വെക്ടർ. ഓക്കെ, വെക്ടർ എ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എയുടെ തലയിൽ ആരോ ഇടുക. അത് വായിക്കേണ്ടത് എ വെക്ടർ അല്ലെങ്കിൽ വെക്ടർ എ. താഴെ അടുത്ത പോയിന്റായിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് മോഡുലസ് ഓഫ് എ വെക്ടർ ഓർ എ. ഒന്നെങ്കിൽ മോഡുലസ് ഓഫ് എ വെക്ടർ എന്നല്ലെങ്കിൽ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അതേ കാര്യമാണ് ആദ്യം പറഞ്ഞത്. താഴെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ എന്ന് കൊടുക്കുക. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. എന്നിട്ട് താഴെ എ വെക്ടർ ക്യാൻ ബി ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ബൈ എന്ന് മതി. ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഒരു വെക്ടർ വരച്ച് കാണിച്ചു കൊടുക്കുക. ദിസ് ഈസ് എ വെക്ടർ കേട്ടോ. ഇത് ഒ, ഇത് പി. താഴെ the length of the vector represent the magnitude of the vector. That is OP equal to modulus of a vector. A vector അല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് OP ആണ്, ലെങ്ത്ത്. അടുത്ത പോയിന്റ് the arrowhead shows the direction of the given vector. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത് മക്കളെ. അപ്പോൾ നമുക്ക് അടുത്തത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ് പഠിക്കേണ്ടത്. കുറേ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ. ഇനി വെക്ടേഴ്സിൻ്റെ കുറേ ടൈപ്സ് ആണ്. ഓരോന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നാമത്തെ ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഈക്വൽ വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ രണ്ട് വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആയിരിക്കണം.
രണ്ടിനും ഒരേ ഡയറക്ഷനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ വെക്ടർ ഈക്വൽ ആണെന്ന് പറയാം. ഇപ്പോൾ രണ്ട് ക്വാണ്ടിറ്റികൾ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്നാണ് എൻ്റെ അർത്ഥം. വെക്ടർ ആകുമ്പോൾ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയാൽ പോരാ, രണ്ടിൻ്റെയും ഡയറക്ഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെയല്ലേ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടറാണ്. അപ്പോൾ എയുടെ ലെങ്ത്ത് ഇവിടെ മുതൽ ഇവിടം വരെയാണെങ്കിൽ ആ ലെങ്ത്താണ് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേറൊരു വെക്ടർ ഉണ്ട് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ. ബി വെക്ടറിൻ്റെ ലെങ്ത്തും എ വെക്ടറിൻ്റെ ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇതിന് രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡാണെന്ന് പറയാം. കാരണം മാഗ്നിറ്റ്യൂഡാണ് ലെങ്ത്ത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്. രണ്ട് വെക്ടറും അങ്ങോട്ടേക്കല്ലേ ഡയറക്റ്റ് ചെയ്തിരിക്കണമെന്ന് നോക്കിക്കാൻ. ഇത് അങ്ങോട്ടാണ്, മറ്റേതും അങ്ങോട്ട് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സും സെയിം ആണ്, രണ്ടും കാണിക്കുന്നത് ഒരേ ഡയറക്ഷനുമാണ്. എങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും എന്താണെന്ന് അർത്ഥം, ഈക്വൽ ആണെന്ന് അർത്ഥം. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയാൽ പോരാ, ഡയറക്ഷനും കൂടെ സെയിം ആവണം രണ്ടിനും. എങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരേ ലെങ്ത്തിൽ രണ്ട് വെക്ടേഴ്സ് വരയ്ക്കുക, രണ്ടിൻ്റെയും ആരോ ഒരേ ഡയറക്ഷൻ ആയിരിക്കും വേണം. കാരണം ലെങ്ത്താണ് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. ഇപ്പോൾ ഒരു വെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു എ വെക്ടർ, വേറൊരു വെക്ടർ ഇങ്ങനെയും വരച്ച് കഴിഞ്ഞാൽ യൂസ് യുവർ കോമൺ സെൻസ്. ഇതിൻ്റെ ലെങ്ത്തിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ആർക്കാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ? ഇത് വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറാണ്, ഇത് ചെറിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വലാണ് വെക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഡയറക്ഷൻ പക്ഷേ രണ്ടിനും സെയിം ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് മാറി. ഇനിയിപ്പോൾ മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ രണ്ടിനും സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ മാറിയാലും വെക്ടേഴ്സ് ഈക്വൽ ആവില്ല. അപ്പോൾ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും സെയിം ആയിരിക്കണം. ഒന്നാമത്തെ ടൈപ്പായി. രണ്ടാമത്തെ ടൈപ്പ് വെക്ടർ നെഗറ്റീവ് വെക്ടറാണ്. നെഗറ്റീവ് വെക്ടർ ഇത് ശരിക്കും ശ്രദ്ധിക്കണേ. നെഗറ്റീവ് വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, എ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ പറയണമെങ്കിൽ എ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടറിന് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എ വെക്ടറിന് എങ്ങോട്ടാണോ ഡയറക്ഷൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ എ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ. അപ്പം മൈനസ് എ വെക്ടർ എന്ന് പറയുന്നത് എ വെക്ടറിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനത്തെ രണ്ട് വെക്ടേഴ്സിനാണ് നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പം ഈ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സിനെയും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം, പക്ഷേ ഡയറക്ഷൻസ് നേരെ ഓപ്പോസിറ്റും ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു വെക്ടർ, ഇപ്പം ഇങ്ങനെ ഒരു വെക്ടർ തന്നിട്ട് നിങ്ങളോട് പറയാം പി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് വെക്ടർ വരയ്ക്കടാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇതിന് ഈക്വൽ ലെങ്ത് ഉള്ളൊരു വെക്ടർ വരയ്ക്കും. ലെങ്ത് ഈക്വൽ ആയാൽ അതിന് അർത്ഥം എന്താ? രണ്ടിനെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് അർത്ഥം. എന്നിട്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ് കൊടുക്കുക? പി വെക്ടറിന് നെഗറ്റീവ് വെക്ടർ വരയ്ക്കണമെങ്കിൽ പി എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് മൈനസ് പി വെക്ടറാണ്. അപ്പോൾ ഒരു വെക്ടറിന് നെഗറ്റീവ് വെക്ടർ കിട്ടണമെങ്കിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് മൈനസ് എ വെക്ടർ എന്ന് പറയുന്നതും സെയിം ആണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡുകളാണ്. എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് മോഡുലസ് ഓഫ് എ വെക്ടർ, മൈനസ് എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് മോഡുലസ് ഓഫ് മൈനസ് എ വെക്ടർ. അപ്പോൾ ഈ രണ്ട് മാഗ്നിറ്റ്യൂഡുകളും തുല്യമാണ്, പക്ഷേ ഡയറക്ഷൻ എന്താണ്? നേരെ തിരിച്ചാണ് രണ്ടിനും. അപ്പം അങ്ങനത്തെ രണ്ട് വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയാം. രണ്ടാമത്തെ ടൈപ്പ് വെക്ടറായി അല്ലേ? ഫസ്റ്റ് ഈക്വൽ വെക്ടേഴ്സ്, രണ്ടാമത്തത് നെഗറ്റീവ് വെക്ടേഴ്സ്. മൂന്നാമത്തെ ടൈപ്പ് വെക്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ഒരു സാധനം. യൂണിറ്റ് വെക്ടർ ഇതൊന്നും ശ്രദ്ധിക്കണേ നല്ല പോലെ. യൂണിറ്റ് വെക്ടർ, യൂണിറ്റിന്റെ മീനിങ് എന്താ? യൂണിറ്റ് മീൻസ് 1 എന്നാണ് അർത്ഥം. യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെക്ടർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 വരുള്ളൂ. ഏത് യൂണിറ്റ് വെക്ടർ, ലോകത്തുള്ള ഏത് യൂണിറ്റ് വെക്ടർ ആണെങ്കിലും യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരാൻ പാടുള്ളൂ? 1 വരാൻ പാടുള്ളൂ. ഒരു വെക്ടർ ആയിരിക്കും, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരൂ? 1 വരൂ. അപ്പോൾ ഒരു വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 ഈസ് നോൺ ആസ് എ യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഏത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാലും പേടിക്കേണ്ട, ഏത് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ അല്ല ഏത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരാൻ പാടുള്ളൂ? 1 വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കുക, നമുക്കൊരു എ വെക്ടർ ഉണ്ട്. എ വെക്ടർ ഇക്വൽ ടു 10 ന്യൂട്ടൺ ഈസ്റ്റ് എന്ന് പറയുന്ന വെക്ടർ. ഇത് യൂണിറ്റ് വെക്ടർ ആണോ? മക്കൾ പറ, യൂണിറ്റ് വെക്ടർ ആണോ? അത് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരാൻ പാടുള്ളൂ? 1 വരാൻ പാടുള്ളൂ. ഇവിടെ എത്രയാണ് മാഗ്നിറ്റ്യൂഡ്? 10 ന്യൂട്ടൺ ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അത് യൂണിറ്റ് വെക്ടർ അല്ല. അപ്പൊ എ വെക്ടർ എന്ന് പറയുന്ന വെക്ടറിന് വേണമെങ്കിൽ നമുക്കൊരു യൂണിറ്റ് വെക്ടർ പറയാം. അപ്പൊ എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് എഴുതല് യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ എന്ന് എഴുതാം. യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ.
ഇപ്പോൾ യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ എന്ന് എഴുതണമെങ്കിൽ ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കണമെന്നില്ല. യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ എന്ന് ചുരുക്കി എഴുതൽ എയുടെ തലയിൽ ഒരു തൊപ്പിട്ട് കൊടുത്താൽ മതി. എ ക്യാപ്പ്. വായിക്കേണ്ട എന്താ എ ക്യാപ്പ് എന്ന് വായിക്കും. എന്ത് വായിക്കും? എ ക്യാപ്പ്. അപ്പോൾ ഏത് യൂണിറ്റ് വെക്ടർ ആണെങ്കിലും ആ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്ററിന്റെ തലയിൽ ഒരു തൊപ്പി കാണാം. ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആ ലെറ്ററിന്റെ തലയിൽ ഒരു ആരോ കാണാം. വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറാണ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ തലയിൽ ക്യാപ്പ് കാണാം. വായിക്കേണ്ട എന്താ? എയുടെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എ ക്യാപ്പ് എന്ന് വായിക്കണം. അപ്പോൾ ബിയുടെ യൂണിറ്റ് വെക്ടർ ആണെങ്കിലോ ബി ക്യാപ്പ് എന്ന് എഴുതണം. സിയുടെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ സി ക്യാപ്പ് എന്ന് എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ, നമുക്കൊരു എ വെക്ടർ കയ്യിലുണ്ട് 10 ന്യൂട്ടൺ ഈസ്റ്റ്. അതിൻ്റെ യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യാപ്പ്. അപ്പോൾ എയുടെ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? യൂസ് യുവർ കോമൺ സെൻസ്. യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താ? മാഗ്നിറ്റ്യൂഡ് എന്തേ വരാൻ പാടുള്ളൂ? 1 വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണ്. അപ്പോൾ അത് യൂണിറ്റ് വെക്ടർ അല്ല. അപ്പോൾ നമുക്ക് എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എ ക്യാപ്പ് എന്ന് പറയുന്ന സാധനം മാഗ്നിറ്റ്യൂഡ് എന്താക്കിയാൽ മതി? 1 ആക്കിയാൽ മതി. ഈ വെക്ടറിന് 10 ന്യൂട്ടൺ ഈസ്റ്റ് എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണ്. അത് 1 നാക്ക് 1 ഈസ്റ്റ് ആയാൽ ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. ഇത് ആരുടെ യൂണിറ്റ് വെക്ടറാ? എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറാണ്. അപ്പൊ എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന് എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ല. മാഗ്നിറ്റ്യൂഡ് എത്രയേ വരാൻ പാടുള്ളൂ? 1 ആവണം. ഡയറക്ഷൻ ഏതായിരിക്കണം? എ വെക്ടറിന്റെ ഡയറക്ഷൻ ഏതാണോ അതേ ഡയറക്ഷൻ ആയിരിക്കും എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന് ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഒരു വെക്ടറിനെ നമുക്ക് യൂണിറ്റ് വെക്ടർ പറയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു വെക്ടറിനാണ് യൂണിറ്റ് വെക്ടർ പറയേണ്ടത്. അപ്പൊ എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയോ ആയിക്കോട്ടെ, പക്ഷെ എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയേ വരുള്ളൂ? 1 വരുള്ളൂ. എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എ വെക്ടറിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കണം. ഇപ്പൊ 10 ന്യൂട്ടൺ ഈസ്റ്റ് എ വെക്ടർ ആണെങ്കിൽ 10 ന്യൂട്ടൺ ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷേ എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരാൻ പാടുള്ളൂ? 1. അപ്പൊ 10 ന്യൂട്ടൺ ആണ് ഒഴിവാക്കിയിട്ട് 1 എന്ന് കൊടുക്കുക. എയുടെ ഡയറക്ഷൻ ഏതാ? ഈസ്റ്റ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഏത് തന്നെ ആയിരിക്കണം? ഈസ്റ്റ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ഒരു ഡയറക്ഷനുള്ള ഒരു വെക്ടറാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ബി വെക്ടർ ഉണ്ടെന്നായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി വെക്ടർ 5 മീറ്റർ പെർ സെക്കൻഡ് സൗത്ത് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ. 5 മീറ്റർ പെർ സെക്കൻഡ് സൗത്ത് എന്ന് പറയുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണോ അതോ ഒരു വെക്ടർ ആണോ? പറയും മക്കളെ, ഇത് യൂണിറ്റ് വെക്ടർ ആടാ? യൂണിറ്റ് വെക്ടർ ആണോ? അത് അല്ല. കാരണം മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന് മക്കൾക്ക് ഒരു യൂണിറ്റ് വെക്ടർ പറഞ്ഞു തരാൻ പറ്റുമോ? ഈ വെക്ടറിന് യൂണിറ്റ് വെക്ടർ പറയണമെങ്കിൽ ബി ക്യാപ്പ് എന്നല്ലേ ഇത്? ബിയുടെ യൂണിറ്റ് വെക്ടർ ബി ക്യാപ്പ്. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരാൻ പാടുള്ളൂ? 5 മീറ്റർ പെർ സെക്കൻഡ് വരാൻ പാടില്ല, 1. ബിയുടെ യൂണിറ്റ് വെക്ടർ അല്ലേ എഴുതേണ്ടത്? അപ്പൊ ബിയുടെ യൂണിറ്റ് വെക്ടർ ആണ് എഴുതുന്നതെങ്കിൽ ബിയുടെ ഡയറക്ഷൻ ആയിരിക്കണം. അപ്പൊ 1 സൗത്ത് ഈസ് ആക്ച്വലി ദ യൂണിറ്റ് വെക്ടർ ഓഫ് ബി വെക്ടർ. അപ്പോൾ ഏതെങ്കിലും ഒരു വെക്ടർ തന്നിട്ട് അതിന് യൂണിറ്റ് വെക്ടർ എഴുതാൻ പറഞ്ഞാൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഒഴിവാക്കിയിട്ട് 1 എന്ന് കൊടുക്കുക. ആ വെക്ടറിന് അതേ ഡയറക്ഷനും കൊടുക്കുക. ആ വെക്ടറിന് യൂണിറ്റ് വെക്ടർ കിട്ടിയിരിക്കും. തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് കളി. പക്ഷെ നാട്ടുകാരോട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്ക് നാട്ടുകാരോട് പറയുമ്പോൾ ഒരു കുറച്ച് സ്റ്റൈലാക്കിയിട്ട് സംസാരിക്കേണ്ടടാ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. നമുക്ക് എക്സാമ്പിളിന് എ വെക്ടർ ഈക്വൽ ടു 10 ന്യൂട്ടൺ ഈസ്റ്റ് തന്നെ എടുക്കാം. ഈ എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്തത്? 10 ന്യൂട്ടൺ ഒഴിവാക്കി. 10 ന്യൂട്ടൺ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ എ വെക്ടറിന്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ശ്രദ്ധിക്കണേ, എ വെക്ടറിന്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എ വെക്ടർ എത്രയാ? 10 ന്യൂട്ടൺ ഈസ്റ്റ്. അപ്പൊ എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 10 ന്യൂട്ടൺ. അപ്പൊ 10 ന്യൂട്ടൺ ഈസ്റ്റിനെ മക്കള് 10 ന്യൂട്ടൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതല്ലേ എ വെക്ടർ ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറയാം. എ വെക്ടർ 10 ന്യൂട്ടൺ ഈസ്റ്റ് ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണ്. അപ്പൊ എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ന്യൂട്ടൺ ഈസ്റ്റിനെ 10 ന്യൂട്ടൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? 10 ന്യൂട്ടൺ കട്ടായി പോയി കഴിഞ്ഞാൽ 1 ഈസ്റ്റ്. വാവ്, 1 ഈസ്റ്റ് ആയിരുന്നില്ലേ എ ക്യാപ്പ്? വാവ്, മാഗ്നിറ്റ്യൂഡ് 1 ആയടാ, അതിന്റെ ഡയറക്ഷൻ കിട്ടിയടാ. അപ്പൊ ഇത് യൂണിറ്റ് വെക്ടർ അല്ലേ കൂട്ടല്ലേ? ദാറ്റ് ഈസ് എ ക്യാപ്പ്. അപ്പൊ ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വളരെ എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു പോരട്ടെ. ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ ആ വെക്ടറിനെ അതിന്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതല്ലേ ബേസിക് എക്സ്പ്രഷൻ എന്ന് പറയണേ. അപ്പൊ യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. ഇതാ നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടതാ. എ വെക്ടർ 10 ന്യൂട്ടൺ ഈസ്റ്റ് ആണെങ്കിൽ ആ 10 ന്യൂട്ടൺ ഈസ്റ്റിൽ 10 ന്യൂട്ടൺ ആണ് എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 10 ന്യൂട്ടൺ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 1 ഈസ്റ്റ് കിട്ടി. അതായിരുന്നല്ലോ യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഏത് വെക്ടർ കിട്ടിയാലും ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണണമെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. ബി വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ബി ക്യാപ്പ് കാണണമെങ്കിൽ ബി വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി വെക്ടർ ചെയ്യേണ്ടി വരും. സില്ലി മാറ്റേഴ്സ്. കുഴപ്പമൊന്നുമില്ലല്ലോ.
അത്രയും കാര്യങ്ങൾ ഏത് എന്നിട്ട് വായിക്കാൻ നമുക്ക് പറയാം. ഏതടാ എന്നിട്ട് പറയാം. എഴുതിക്കോ. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. സൈഡിൽ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. അല്ല, ഒന്നാമത്തെ ടൈപ്പ്. ഒന്ന്, ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ്. അതായത് two vectors are said to be equal if they have equal magnitudes and same direction. If they have equal magnitudes and same direction. എന്നിട്ട് ഇത് വരച്ചു കൊടുക്കുക. ഒരേ ലെങ്ത്തിൽ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ വരയ്ക്കുക. എന്നിട്ട് താഴെ എന്ത് എഴുതി വെക്കുക? എ വെക്ടർ ഇസ് ഈക്വൽ ടു ബി വെക്ടർ. രണ്ടാമത്തെ ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്, നെഗറ്റീവ് വെക്ടേഴ്സ്. നെഗറ്റീവ് വെക്ടേഴ്സ്. അതായത് the negative vector of a vector, the negative vector of a vector is a vector having equal magnitude and opposite direction. Having equal magnitude and opposite direction of the original vector. ഓക്കെ, അപ്പോൾ എ വെക്ടർ കാണിക്കുക, മൈനസ് എ വെക്ടർ കാണിക്കുക. എന്നിട്ട് താഴെ ഇങ്ങനെ എഴുതുക. രണ്ട് കാണിക്കണേ ഒരേ ലെങ്ത്തിൽ, അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. താഴെ ഇങ്ങനെ എഴുതുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് മൈനസ് എ വെക്ടർ. എന്നിട്ട് ഇങ്ങനെ എഴുതുക. മോഡുലസ് ഓഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് എ വെക്ടർ. അപ്പോൾ നെഗറ്റീവ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും പോസിറ്റീവ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും രണ്ടും സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വെക്ടറിന് നെഗറ്റീവ് സൈൻ ഇട്ടാൽ അതിനർത്ഥം അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് നെഗറ്റീവ് വരും എന്നല്ല. മാഗ്നിറ്റ്യൂഡ് രണ്ടിനും സെയിമാണ്. എക്കും മൈനസ് എക്കും ഒരേ മാഗ്നിറ്റ്യൂഡ് അല്ലേ. മാഗ്നിറ്റ്യൂഡിൽ നെഗറ്റീവ് സൈൻ വരില്ല. വെക്ടറിൻ്റെ നെഗറ്റീവ് സൈൻ എങ്ങോട്ടാണ് പോവുക? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് പോവുക. അങ്ങോട്ടുള്ളൊരു വെക്ടറിന് നെഗറ്റീവ് സൈൻ ഇട്ടാൽ അതിൻ്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു എന്നാണ് അർത്ഥം, അല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാറി എന്നല്ല. അപ്പോൾ ഒരു വെക്ടറിന് നെഗറ്റീവ് വെക്ടറിനും ആ വെക്ടറിനും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ നേരെ തിരിച്ചായിരിക്കും ചെയ്യും. അപ്പോൾ നെഗറ്റീവ് സൈൻ വെക്ടറിന് വന്നാൽ മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വന്നോ എന്ന് വിചാരിക്കരുത്. വീണ്ടും വീണ്ടും പറയുകയാണ്, മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വന്നോ എന്ന് വിചാരിക്കരുത്. എന്താ മാറുന്നത്? ഡയറക്ഷൻ മാത്രമേ മാറുള്ളൂ. മൂന്നാമത്തെ ടൈപ്പ് വെക്ടർ, തേർഡ് ടൈപ്പ്, യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ is a vector having magnitude equal to 1. Example. If a vector is equal to 10 Newton east, then the unit vector of a vector is equal to a cap, comma a cap is equal to 1 east. A cap is equal to 1 east. Okay. താഴെ എങ്ങനെ എഴുതുക? The unit vector must have a magnitude equal to 1 and the unit vector must have a direction which is same as the parent vector. ഇതിനാണ് പാരന്റ് വെക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കണം യൂണിറ്റ് വെക്ടർ ഉണ്ടാവേണ്ടത്. അപ്പോൾ എയുടെ യൂണിറ്റ് വെക്ടറിന് എയുടെ ഡയറക്ഷനാണ്, എ വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഒന്നായിരിക്കുന്നു മാത്രം. താഴെ generally unit vector of a vector can be represented as a cap is equal to a vector divided by modulus of a vector. പറഞ്ഞതെല്ലാം എഴുതിക്കൊള്ളണമെന്നില്ല, അപ്പോൾ നോക്കിക്കോ. a cap is equal to a vector by modulus of a vector equal to ഇങ്ങനെ എഴുതുക, vector divided by magnitude of the vector. വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ എന്നാണ് യൂണിറ്റ് വെക്ടർ. ഇത്രയും കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ കാണാൻ വേണ്ടി കാണിച്ചു തന്നതാണ് കേട്ടോ. എ ക്യാപ് ഇസ് ഈക്വൽ ടു എ വെക്ടർ ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. ഇതൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവണം, കാരണം ഇതൊക്കെ എടുത്ത് നമ്മൾ കളിക്കാൻ പോയാനി. അപ്പോൾ ഇനി നോക്കേ, ആ യൂണിറ്റ് വെക്ടർ പറഞ്ഞിട്ട് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. എ ക്യാപ് ഈക്വൽ ടു എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ എന്നല്ല നമുക്ക് കിട്ടിയേ. നിങ്ങൾ ഈ മോഡുലസ് ഓഫ് എ വെക്ടറിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ വെക്ടർ ഒറ്റക്കാവും അപ്പുറത്ത് എ വെക്ടർ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും? മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു എ ക്യാപ്പ് എന്ന് വരും അല്ലേ. പിന്നെ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതിയാൽ എ വെക്ടർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു എ ക്യാപ്പ് എന്ന് എഴുതാം. ആണോ അല്ലേ? ഇങ്ങനെ എഴുതാം.
ഞാനൊന്നും കളിച്ചില്ല, ഒരു മാജിക്കും അല്ല. ഇതാ എ ക്യാപ് ഇസ് ഈക്വൽ ടു എ വെക്ടർ ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. ആ മക്കൾ അംഗീകരിച്ചതാണ്. അതിനകത്ത് ഞാൻ മോഡുലസ് ഓഫ് എ വെക്ടർ പുറത്തേക്ക് എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ നിരപരാധിയാണ് കുട്ടികളെ. ഇതാ അപ്പോൾ എ വെക്ടർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു എ ക്യാപ്. ഇതിനർത്ഥം എന്താ? ഇതൊരു വെക്ടറാണ്, ഇത് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഇത് ആ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഒരു വെക്ടർ കിട്ടണമെങ്കിൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ വെക്ടറിൻ്റെ തന്നെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നല്ലേ ഇതിനർത്ഥം? വെക്ടർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഓഫ് ദ വെക്ടർ. അതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞു എന്തേ? ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ആ വെക്ടറിൻ്റെ തന്നെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ വെക്ടർ കിട്ടും. കിട്ടുമോ? 10 ന്യൂട്ടൺ ഈസ്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 10 ന്യൂട്ടൺ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ. എ ക്യാപ് എന്താ? 1 ഈസ്റ്റ്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 10 ന്യൂട്ടൺ ഇൻറ്റു 1 ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ ഈസ്റ്റ് അല്ലടാ. ഇതെന്താ സാധനം? ഇതല്ലേ നമ്മുടെ എ വെക്ടർ. അപ്പോൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ അതിൻ്റെ തന്നെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വെക്ടർ കിട്ടും. ആരോടും പറയില്ല, ഞാനൊരു സ്വകാര്യം പറയട്ടെ. സ്വകാര്യമാണ്, സ്വകാര്യമായിട്ട് വെച്ചോണം. ആരോടും പറയരുത്, മനസ്സിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടോ. യൂണിറ്റ് വെക്ടറേ നമ്മൾ 1 മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറാണെന്നൊക്കെ പറയും, രഹസ്യമാണ്. പക്ഷേ ശരിക്കും യൂണിറ്റ് വെക്ടർ ഒരു ഡയറക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. 1 എന്ത് മാഗ്നിറ്റ്യൂഡ്? 1 കണ്ടിപ്പോൾ മാഗ്നിറ്റ്യൂഡിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ. അപ്പോൾ ശരിക്കും യൂണിറ്റ് വെക്ടർ ഒരു ഡയറക്ഷൻ അല്ലേ? ആ യൂണിറ്റ് വെക്ടർ എവിടെ പോയി ചേരുന്നോ അത് വെക്ടറായിട്ട് മാറുക ചെയ്യുന്നത്. നമുക്ക് 10 ന്യൂട്ടൻ്റെ കൂടെ 1 ഈസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ വന്നപ്പോൾ 10 ന്യൂട്ടൺ മാത്രമായപ്പോൾ അത് മാഗ്നിറ്റ്യൂഡാണ് അല്ലെങ്കിൽ സ്കെലാറാണ്. അതിനോട് 1 ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴേക്ക് അത് 10 ന്യൂട്ടൺ ഈസ്റ്റ് ഒരു വെക്ടറായിട്ട് മാറി. അപ്പോൾ വെക്ടർ അല്ലാത്തൊരു മാഗ്നിറ്റ്യൂഡിനെ വെക്ടറാക്കി മാറ്റുക എന്നുള്ള പരിപാടിയാണ് യൂണിറ്റ് വെക്ടർ എടുത്തത്. വെക്ടർ അല്ലാത്തൊരു മാഗ്നിറ്റ്യൂഡിനെ 10 ന്യൂട്ടൺ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിനെ 1 ഈസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് 10 ന്യൂട്ടൺ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു വെക്ടറായിട്ട് മാറി. അപ്പോൾ ഏതെങ്കിലും ഒരു മാഗ്നിറ്റ്യൂഡിനെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡിൽ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഡയറക്ഷൻ ഫിറ്റായി. ഏതെങ്കിലും ഒരു മാഗ്നിറ്റ്യൂഡിനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡിൽ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഡയറക്ഷൻ ഫിറ്റായി. അപ്പോൾ ഈ യൂണിറ്റ് വെക്ടർ ശരിക്കും ഒരു ഡയറക്ഷനാണ്. മൂപ്പര പരിപാടി എന്താ? അതെവിടെ പോയി ചേരുന്നോ അവിടെ ഒരു ഡയറക്ഷൻ കിട്ടും. അങ്ങനത്തെ ഒരു വെക്ടറാണ് യൂണിറ്റ് വെക്ടർ എന്നുള്ള കാര്യം കൂടെ മനസ്സിൽ വെച്ചേക്കുക. ഇതൊക്കെ വഴിയെ ആവശ്യം വരുവേ. അപ്പോൾ ഓർമ്മ ഉണ്ടാവണം, ഒന്നും എഴുതൂല, ഓർത്ത് വെക്കണം. ഇങ്ങനെ എഴുതിക്കോ മക്കളെ, ഇങ്ങനെ എഴുതി. ഫ്രം ദ എബവ് ഇക്വേഷൻ എ ക്യാപ് ഇസ് ഈക്വൽ ടു എ വെക്ടർ ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. Therefore, modulus of a vector into a cap is equal to a vector, or a vector is equal to modulus of a vector into a cap. That is, dialogue. A vector can be represented as the product of its magnitude and its unit vector. അതിന് മലയാളം അത് എഴുതിയത് എ വെക്ടർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു എ ക്യാപ്. ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും യൂണിറ്റ് വെക്ടറിൻ്റെയും പ്രൊഡക്റ്റായിട്ട് എഴുതാൻ കഴിയും. പേടിയൊന്നുമില്ലല്ലോ, കയ്യിൽ നിന്ന് പോലല്ലോ. എന്നാണ് യൂണിറ്റ് വെക്ടർ. മൈകടെ യൂണിറ്റ് വെക്ടർ ഒരു വെക്ടറൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സിൽ എത്ര എണ്ണായിടാ? 3 എണ്ണായി. നാലാമത്തെ ടൈപ്പ് ഓഫ് വെക്ടർ, നാലാമത്തത് ഓർത്തോഗണൽ ട്രയാഡ്സ് എന്ന് പറയും. എന്താ പറയുക? ഓർത്തോഗണൽ ട്രയാഡ്സ്. പേടിക്കരുത്, പേരേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. ചില ആൾക്കാരുണ്ടാവില്ല ഒട്ടുക്കത്തെ പേരായിരിക്കും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അതന്നെ ഓർത്തോഗണൽ ട്രയാഡ്സ്. ഒന്നുമില്ല, പേരേ ഉള്ളൂ. ഓർത്തോഗണൽ ട്രയാഡ്സിനെ നാട്ടുകാർ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓർത്തോഗണൽ ട്രയാഡ്സ് അല്ലെങ്കിൽ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. എന്താ ഈ ഓർത്തോഗണൽ ട്രയാഡ്സ് എന്നല്ലേ? പ്രശ്നമൊന്നുമല്ല, നോക്കുക. നമുക്ക് നിങ്ങൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, 2 ആക്സിസുകൾ പഠിച്ചിട്ടില്ലേ? എക്സ് വൈ ആക്സിസുകൾ. ഒരാക്സിസും കൂടെ ഉണ്ട്, സെഡ് ആക്സിസ്. ഇപ്പോൾ എക്സ് ആക്സിസ് ബോർഡിലാണ് കിടക്കുന്നത്, വൈ ആക്സിസും ബോർഡിലാണ് കിടക്കണമെങ്കിൽ സെഡ് ആക്സിസ് ബോർഡിൽ നിന്ന് പുറത്തേക്കാണ്, 3 ഡയമെൻഷനിലാണ്, പുറത്തേക്ക്. അതിങ്ങനെയല്ല എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. എക്സ് ആക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലേ? രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. വൈ ആക്സിസും സെഡ് ആക്സിസും പെർപെൻഡിക്കുലർ ആയിരിക്കും, കാരണം വൈ ആക്സിസ് കിടക്കുന്ന ബോർഡിലും സെഡ് ആക്സിസ് ബോർഡിൽ നിന്ന് പുറത്തേക്കുമാണ്. സെഡ് ആക്സിസ് ഇവിടെ പോയി
സെഡ് ആക്സിസ് ഇതാ കിട്ടി. അപ്പോൾ വൈ ആക്സിസ് ബോർഡിലും സെഡ് ആക്സിസ് ബോർഡിൽ നിന്ന് പുറത്തേക്കുവാണെങ്കിൽ വൈയും സെഡും പെർപെൻഡിക്കുലറാണ്. എക്സ് ആക്സിസ് ബോർഡിലും സെഡ് ആക്സിസ് ബോർഡിൽ നിന്ന് പുറത്തേക്കുമാണ്. അതാ എക്സ് ആക്സിസ് അങ്ങോട്ട് സെഡ് ആക്സിസ് ഇങ്ങോട്ട്. അപ്പോൾ എക്സും സെഡും പെർപെൻഡിക്കുലറാണ്. എക്സും വൈയും പെർപെൻഡിക്കുലറാണ്, വൈയും സെഡും പെർപെൻഡിക്കുലറാണ്, എക്സും സെഡും പെർപെൻഡിക്കുലറാണ്. നമ്മൾ പറയും ആ മൂന്ന് ആക്സിസുകളും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അല്ലെങ്കിലും എക്സ് വൈ സെഡ് ആക്സിസുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലറാണ് നമുക്കറിയണതാണ്. അപ്പോൾ ഇതിനെ കോർഡിനേറ്റ് ആക്സിസ് എന്നാ പറയുക, കോർഡിനേറ്റ് ആക്സിസ്. അപ്പോൾ മൂന്ന് കോർഡിനേറ്റ് ആക്സിസ് ആണ് എക്സ് വൈ സെഡ് ആക്സിസുകൾ എന്ന് പറയുന്നത്. എക്സ് വൈ സെഡ് അതിൻ്റെ ഒറിജിനാണ് ഇത്. ആരോടും പറയണ്ട, എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് ജനിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ട്. മൂപ്പര പേരാണ് ബഹുമാനപ്പെട്ട ഐ ക്യാപ്. ആര്? ഐ ക്യാപ്. ഐ ക്യാപ് എന്താ? ഒരു യൂണിറ്റ് വെക്ടറാണ്. മൂപ്പര ഡയറക്ഷൻ ഏതായിരിക്കും? എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഡയറക്ഷൻ മൂപ്പർ മാറ്റൂല. അപ്പോൾ ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. അപ്പോൾ ഐ ക്യാപ്പ് എവിടെയെങ്കിലും കണ്ട ഒരു വെക്ടറിൽ ഐ ക്യാപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് 10 ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. 10 ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ മക്കളെ മനസ്സിൽ കത്തേണ്ടതെന്ന് അറിയോ? 10 മാഗ്നിറ്റ്യൂഡുള്ള എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ ഒരു വെക്ടർ. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി? ഐ ക്യാപ്പാണ് കൂടെ ഉള്ളത്. ഐ ക്യാപ്പ് ഏത് ഡയറക്ഷനെ കാണിക്കൂ? എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള 10നെ ഐ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 തന്നെ നിൽക്കും, ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനും കിട്ടും. ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനേ വരൂ? എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനേ വരുള്ളൂ. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. അങ്ങനെയാണ് വൈ ആക്സിസിനും ഉണ്ടാവില്ല ഇതേപോലെ ആഗ്രഹങ്ങളൊക്കെ. വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് ജനിച്ച യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്പ്. സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് ജനിച്ച യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്പ്. ഇത് അങ്ങോട്ട് കൂടെ മാറ്റരുത്. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ ഐ ക്യാപ്പ് കാണിക്കും, വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ ജെ ക്യാപ്പ് കാണിക്കും, സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കെ ക്യാപ്പ് കാണിക്കും. അപ്പം ഞാൻ പറയുകയാണ് 25 കെ ക്യാപ്പ് എന്ന് എഴുതി. നമുക്കൊക്കെ പറയാൻ പറ്റും ഈ വെക്ടർ ഏത് ഡയറക്ഷനിലാണ്? 25 മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടറാണ്. ഏത് ഡയറക്ഷനിലാടാ? കെ ക്യാപ്പാണ് കൂടുതലെങ്കിൽ അത് ഏത് ഡയറക്ഷനിലേ വരൂ? സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിലേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും സെഡ് ആക്സിസിൻ്റെയും ഡയറക്ഷൻസ് കാണിക്കാനായിട്ട് ജനിച്ച 3 യൂണിറ്റ് വെക്ടേഴ്സാണ് ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും. അവരെയാണ് നമ്മൾ എന്ത് പറയുക? ഓർത്തോഗണൽ ട്രയാഡ്സ് എന്ന് പറയാം. ത്രികങ്ങളെന്നോ അങ്ങനെന്തോ അല്ലേ ട്രയാഡ്സ് എന്ന് പറയാം. 3 ആൾ. സില്ലി മാറ്റർ, സിമ്പിൾ. അപ്പോൾ ആരാ ഓർത്തോഗണൽ ട്രയാഡ്സ്? ആരാ ഓർത്തോഗണൽ ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ they are the 3 mutually perpendicular unit vectors. അപ്പോൾ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ? ഐ ക്യാപ്പ് ആ ഡയറക്ഷനാണ്, ജെ ക്യാപ്പ് ഈ ഡയറക്ഷനാണ്, കെ ക്യാപ്പ് ഈ ഡയറക്ഷനാണ്. മൂന്നും എക്സും വൈയും സെഡും 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും പെർപെൻഡിക്കുലർ ആണ്, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ the 3 mutually perpendicular unit vectors ഐ ക്യാപ്പ്, ജെ ക്യാപ്പ് and കെ ക്യാപ്പ് which shows the directions of x-axis, y-axis and z-axis respectively are known as orthogonal triads. മറന്നൊന്നും ഇപ്പോൾ വേഗം എഴുതിക്കോ. Orthogonal triads or orthogonal unit vectors. Dialogue അടിയതായ the 3 unit vectors I cap, j cap and k cap which shows the directions of x-axis, y-axis and z-axis respectively are known as orthogonal triads or orthogonal unit vectors. Orthogonal triads ആയി. വരച്ചാളാ, ചിത്രം വരച്ചാളാ, ഒരു സന്തോഷം കിട്ടട്ടെ. നാടാ കാണിച്ചു കൊടുക്കും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ആരോടും പറയില്ല, ഒരു സ്വകാര്യം ചെയ്യട്ടെ. എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ആക്സിസ് അല്ലേ ഇത്? മൈനസ് എക്സ് ആക്സിസ്. മൈനസ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കില്ല. അപ്പോൾ ഐ ക്യാപ്പ് ആ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ഐ ക്യാപ്പ് ആയിരിക്കില്ല ഈ ഡയറക്ഷനിൽ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വെക്ടറിൻ്റെ നെഗറ്റീവ് സൈൻ ഇട്ടാൽ ഡയറക്ഷൻ നേരെ തിരിയും. അപ്പോൾ ഐ ക്യാപ്പ് എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ കാണിക്കുമെങ്കിൽ മൈനസ് ഐ ക്യാപ്പ് മൈനസ് എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ കാണിക്കും. വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് ആക്സിസ് ആണ് മൈനസ് വൈ ആക്സിസ് താഴേക്ക്. അപ്പോൾ ഇത് കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ മൈനസ് ജെ ക്യാപ്പ് ആയിരിക്കും. സെഡ് ആക്സിസിൻ്റെ നെഗറ്റീവ് ആക്സിസ് മൈനസ് സെഡ് ആക്സിസ് ആണ്. മൈനസ് സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് മൈനസ് കെ ക്യാപ്പ് ആയിരിക്കും. ബോർഡിൻ്റെ ഉള്ളിൽ കാണും കേട്ടോ. അതും കൂടെ എൻ്റെ കൂടെ മാർക്ക് ചെയ്ത് വെച്ചേക്ക്, പേടിക്കണ്ട. മായിക്കട്ടെ. അതാണ് 4 എണ്ണായില്ലേ? അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്, 5th ടൈപ്പ് ഓഫ് വെക്ടർ സീറോ വെക്ടർ. ഇല്ലേ നാട്ടുകാരെ വിളിക്കൽ നൾ വെക്ടർ എന്ന. സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. എന്താ ഈ സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല,
അത് റെപ്രസെൻ്റ് ചെയ്യൽ എങ്ങനെയാണെന്നറിയോ? സീറോൻ്റെ തലയിൽ ആരോ ഇട്ട് കൊടുക്കുക. ഒന്നുമില്ല, ഒരു വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 0. ഒരു വെക്ടറാണ്, പക്ഷേ എൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ഒരു വെക്ടർ വരയ്ക്കാൻ കഴിയുമോ? ഒരു വെക്ടറിൻ്റെ ലെങ്ത് അല്ലേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കണേ. അപ്പോൾ 0 മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കുക? ഒരു ലൈൻ വരയ്ക്കാൻ പറ്റില്ല. വരച്ചാൽ ലൈൻ്റെ ലെങ്ത് തന്നെ മാഗ്നിറ്റ്യൂഡാണ്. ഇങ്ങനെ ഒരു വെക്ടർ ആയിട്ട് കാണിച്ചാൽ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡല്ലേ ലെങ്ത് ഓഫ് ലൈൻ. അപ്പോൾ ഒരു ലൈനായിട്ട് വരയ്ക്കാൻ പറ്റില്ല. 0 മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ വരച്ച് കാണിക്കാനൊന്നും പറ്റില്ല. ഒരു ആർബിട്രറി വെക്ടറാണ്, അത് വരച്ച് കാണിക്കലൊന്നും പോസിബിൾ അല്ല. വെറുതെ പറയാണ്, ഓരോന്ന് വെറുതെ ഇങ്ങനെ പറയണേ. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ഒരു വെക്ടറാണ് 0 വെക്ടർ എന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ സാറേ ഇപ്പോൾ വരയ്ക്കാമെന്നൊന്ന് ആലോചിച്ച് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് വരിക എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം എന്തോ ഓർത്താൽ മതി. സത്യമായിട്ടും കാണിച്ചു തരും എങ്ങനെയാണ് 0 വെക്ടർ വരിക എന്നുള്ളത്. അപ്പോൾ വെക്ടർ ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത് വരുന്ന 0 ആണ് വെക്ടറിലെ 0 വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ 5 കിലോഗ്രാം മൈനസ് 5 കിലോഗ്രാം ഒരു സിക്കിൾ 0, വെറും 0. പക്ഷെ 10 ന്യൂട്ടൺ ഈസ്റ്റിൽ നിന്ന് 10 ന്യൂട്ടൺ ഈസ്റ്റ് കുറച്ചാൽ അത് വെറും 0 അല്ല, അത് 0 വെക്ടറാണ്. അപ്പോൾ ഈ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത് വരുന്ന വെക്ടറാണ് 0 വെക്ടർ എന്ന് പറയുന്നത്. അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം. സ്കേലാറ് കുറച്ചിട്ട് നമ്മൾ വെറും 0 എന്ന് എഴുതുമെങ്കിൽ വെക്ടർ കുറച്ചിട്ട് 0 വെക്ടർ എന്ന് എഴുതും, അത്രയേ ഉള്ളൂ. അപ്പോൾ 0 മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറിനെയാണ് 0 വെക്ടർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് വല്ലാതെ കിടന്ന് ഉരുളണ്ട. അപ്പോൾ അത് സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് വരും. നിങ്ങൾ ബേജാറാവില്ല, ഈ സിറ്റുവേഷൻ ഇഷ്ടം പോലെ വരും. എഴുതിക്കോ 0 വെക്ടർ ഓർ നൾ വെക്ടർ. അതിന് ബ്രാക്കറ്റിൽ 0 വെക്ടർ എന്ന് കൊടുക്കണേ. താഴെ ഇങ്ങനെ ഇത് എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 0 ഈസ് കോൾഡ് എ 0 വെക്ടർ. വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 0 ഈസ് കോൾഡ് എ 0 വെക്ടർ. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. അടുത്തൊരു വെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയായി? 5. 6ാമത്തെ ടൈപ്പ് കൊളീനിയർ വെക്ടേഴ്സ് ആണ്. കൊളീനിയർ വെക്ടേഴ്സ് വളരെ പതുക്കായിട്ടാണ് നമ്മൾ പോണത്. ലേശം സ്പീഡ് കൂട്ടി ഞാൻ നോക്കിക്കോ. കൊളീനിയർ വെക്ടേഴ്സ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിൽ കുറേ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇതാ ഒരു വെക്ടർ ഇവിടെ ഉണ്ട് ഇങ്ങനെ. ഇതാ ബഹുമാനപ്പെട്ട ഒരു എ വെക്ടർ, ബഹുമാനപ്പെട്ട ഒരു ബി വെക്ടർ ഇങ്ങിട്ടിരിക്കുന്നുണ്ടായിരുന്നു, ബഹുമാനം കുറവില്ലാത്തൊരു സി വെക്ടർ ഇങ്ങിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ വെക്ടേഴ്സ് ഒക്കെ പല ഡയറക്ഷനിലൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷേ അവരെല്ലാം ഒരേ ലൈനിലാണ്. അങ്ങനെ കുറേ വെക്ടേഴ്സ് ഒരേ ലൈനിലുണ്ടെങ്കിൽ ഒരേ ലൈനിലുള്ള കുറേ വെക്ടേഴ്സിനാണ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം. കൊലീനിയർ ഓർ കൊളീനിയർ. എന്താ കൊളീനിയർ വെക്ടേഴ്സ്? ഇത് വെക്ടേഴ്സിന് അല്ലെങ്കിൽ വെക്ടേഴ്സ് ഡയറക്റ്റ് അലോങ് ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. ഒരു സെയിം സ്ട്രെയിറ്റ് ലൈനിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വെക്ടേഴ്സിനാണ് നമ്മൾ എന്ത് പറയാം? കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു ലൈനിൽ കുറേ വെക്ടേഴ്സ് വരികയാണെങ്കിൽ അതിനൊക്കെ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം. 7th ടൈപ്പ് കോപ്ലാനാർ വെക്ടേഴ്സ് ആണ്. കോപ്ലാനാർ വെക്ടേഴ്സ്. കൊളീനിയർ വെക്ടേഴ്സ് ഒരു ലൈനിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വെക്ടേഴ്സ് ആണെങ്കിൽ കോപ്ലാനാർ വെക്ടേഴ്സ് ഒരു പ്ലെയിനിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വെക്ടേഴ്സ് ആണ്. ബോർഡ് ഒരു പ്ലെയിൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിലുള്ളത് ഒരു പ്ലെയിൻ അല്ലേ? അപ്പോൾ ഈ പ്ലെയിനിൽ ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, എ വെക്ടർ. വേറെ വെക്ടർ ഇങ്ങനെ ഉണ്ട്, ബി വെക്ടർ. വേറെ വെക്ടർ ഇങ്ങനെ ഉണ്ട്, സി വെക്ടർ. ഈ 3 വെക്ടർ ഞാൻ വരച്ചതെല്ലാം ബോർഡിലാണ്. അതൊരു പ്ലെയിൻ ആണ്. ഒരു പ്ലെയിനിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക? കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ ബോർഡിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ വെക്ടറും ഈ വെക്ടറും കൂടെ കോപ്ലാനാർ അല്ല, കാരണം അത് പുറത്തേക്കുള്ള വെക്ടർ ആ പ്ലെയിനിലല്ലല്ലോ കിടക്കണത്. അപ്പോൾ ഒരു പ്ലെയിനിൽ കിടക്കുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക? കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയാം. വേറൊരു ടൈപ്പ് വെക്ടർ, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളിടാ, സില്ലി മാറ്റേഴ്സ്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ഉണ്ട്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ വെക്ടേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നായിരിക്കും. എന്താ? ഒരു എ വെക്ടർ ഇങ്ങനെ, ഒരു ബി വെക്ടർ ഇങ്ങനെ, ഒരു സി വെക്ടർ ഇങ്ങനെ, ഒരു ഡി വെക്ടർ ഇങ്ങനെ, കുറേ വെക്ടറുകൾ ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പോയിന്റ് എന്നാണെങ്കിൽ ദ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ആർ നോൺ ആസ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. വേറെ ടൈപ്പ് വെക്ടർ ഉണ്ട്, കോട്ടർമിനസ് വെക്ടേഴ്സ്. കോട്ടർമിനസ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വെക്ടേഴ്സ് ആർ ടെർമിനേറ്റിംഗ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ വെക്ടേഴ്സ് എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഒരേ പോയിന്റിലായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. എ വെക്ടർ ഇങ്ങനെ വന്നിട്ട് അവസാനിക്കുന്നത് ഇവിടെ, ബി വെക്ടർ അവസാനിക്കുന്നത് അവിടെ, സി വെക്ടർ അവസാനിക്കുന്നത് അവിടെ. 3 വെക്ടേഴ്സ് ഒരേ പോയിന്റ് ചെന്നിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ അങ്ങനത്തെ വെക്ടേഴ്സ് നമുക്ക് കോ ടെർമിനസ് വെക്ടേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ കോ ഇനീഷ്യൽ വെക്ടേഴ്സ്, കോ ടെർമിനസ് വെക്ടേഴ്സ്. ഇങ്ങനെ ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. കുറേ എണ്ണം ഞാൻ പറയാം. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ തൽക്കാലം അത്രയും ഓർത്ത് വെക്കുക ടൈപ്സ് ഓഫ് വെക്ടേഴ്സിൽ. കുറേ എണ്ണയില്ലേ? 8-9 എണ്ണയിലടാ. 9 നല്ല നമ്പറല്ല, നമുക്ക് അവിടെ നിർത്താം.
മക്കളെ ഒന്ന് എഴുതിക്കേ. 6th ടൈപ്പ് നേരത്തെ 0 വെക്ടർ എഴുതിയില്ലേ? 6ാമത്തത് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് കൊടുക്കുക. താഴെ എങ്ങനെ എഴുതാം? ദ വെക്ടേഴ്സ് ലൈ ഇൻ സെയിം സ്ട്രെയിറ്റ് ലൈൻ. വെക്ടേഴ്സ് ലൈയിങ് ഇൻ സെയിം സ്ട്രെയിറ്റ് ലൈൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക. 7ാമത്തത് കോപ്ലനാർ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ലൈയിങ് ഇൻ സെയിം പ്ലെയിൻ എന്ന് എഴുതുക. എന്നിട്ട് ഇത് വരച്ച് കാണിച്ചു കൊടുക്കുക. 8ാമത്തത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് എഴുതുക. എന്നിട്ട് താഴെ എങ്ങനെ എഴുതുക? ഇഫ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ആർ originating from a common point, then such vectors are known as co-initial vectors. വരച്ച് കാണിച്ചു കൊടുക്കുക. 9ാമത്തത് co-terminus vectors. എങ്ങനെ എഴുതാം? ഇഫ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ആർ ടെർമിനേറ്റിംഗ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവസാനിക്കുക കേട്ടോ. ടെർമിനേറ്റിംഗ് അറ്റ് എ സിംഗിൾ പോയിന്റ്, then such vectors are known as co-terminus vectors. വരച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. കുട്ടികളെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. കുറേ കാര്യങ്ങളായിട്ടോ ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിക്കുന്നു. വെക്ടേഴ്സിനെ കണ്ടു, പരിചയപ്പെട്ടു, റെപ്രസെൻ്റ് ചെയ്തു, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ അതൊക്കെ കണ്ട് സമാധാനമാഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സിനെ അന്വേഷിച്ച് പോയി. കുറേ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് കണ്ടു. 9 ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ഇരുന്ന് പഠിച്ചോണേ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം. കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ ഉള്ളതാ.